താരസംഘടനയായ അമ്മയിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശക്തമായ മത്സരം. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് ജഗദീഷ്, ശ്വേതാ മേനോൻ, ജയൻ ചേർത്തല എന്നിവരടക്കം 7 പേരാണ് മത്സരരംഗത്തുള്ളത്. ബാബുരാജ്, കുക്കു പരമേശ്വരനടക്കം 5 പേർ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കും. ആരോപണ വിധേയർ മത്സരിക്കുന്നതിൽ അമ്മ അംഗങ്ങൾക്കിടയിൽ ഭിന്നാഭിപ്രായമാണുള്ളത്. മോഹൻലാൽ സ്ഥാനമൊഴിഞ്ഞതോടെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശക്തമായ മത്സരം നടക്കും. 6 പേരാണ് മത്സരരംഗത്ത്. ജഗദീഷ്, ശ്വേതാ മേനോൻ, ദേവൻ, രവീന്ദ്രൻ, ജയൻ ചേർത്തല, അനൂപ് ചന്ദ്രൻ. 7 പേർ നാമനിർദ്ദേശ പത്രിക നൽകിയെങ്കിലും ജോയ് മാത്യുവിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളി. ഏകദേശം 74 പേര് വന്നിട്ടുണ്ട്. അതിൽ ചിലർ ചില ഡിഫക്റ്റ് കാരണം നമ്മൾ തള്ളിയിട്ടുണ്ടാകും. അത് ടോട്ടൽ വന്നത് ഇത്രയാണ് വന്നത്. ബാബുരാജ്, കുക്കു പരമേശ്വരൻ, ജയൻ ചേർത്തല, അനൂപ് ചന്ദ്രൻ, രവീന്ദ്രൻ എന്നിവർ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കും. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ ഹസനും പത്രിക നൽകിയിട്ടുണ്ട്. ആരോപണ വിധേയർ മത്സരിക്കുന്നതിൽ അംഗങ്ങൾ 2 തട്ടിലാണ്. നമ്മുടെ നാട്ടില് ജനാധിപത്യ രാഷ്ട്രമാണ്. നമുക്ക് ആരോപണ വിധേയരായിട്ടുള്ള ഒരുപാട് മന്ത്രിമാരുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ നാട്ടിൽ അവർക്ക് മത്സരിക്കാമെങ്കിൽ ആർക്കും മത്സരിക്കാം അല്ലേ? എല്ലാം ഹോപ്പ്ഫുള്ളി ഏറ്റവും നല്ല പോസിറ്റീവായിട്ട് തന്നെ നോക്കിക്കാണുന്നു. നല്ല രീതിയിൽ സംഭവിക്കട്ടെ എല്ലാം. എന്നാൽ ആരോപണ വിധേയർ മാറി നിൽക്കുന്നതാണ് മര്യാദയെന്ന് നടൻ അനൂപ് ചന്ദ്രൻ തുറന്നടിച്ചു. ആരോപണ വിധേയരായുള്ളവർ ഉറപ്പായി മാറി നിൽക്കുക എന്നുള്ളത് തന്നെയാണ് അന്തസ്. അതിന്റെ മര്യാദ അതാണ് അതിന്റെ മര്യാദ. 74 പത്രികകളാണ് ആകെ ലഭിച്ചത്. ഈ മാസം 31 വരെ പത്രിക പിൻവലിക്കാൻ സമയമുണ്ട്. അതിനുശേഷമേ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരൂ. ന്യൂസ് മലയാളം, കൊച്ചി.